പിറ്റേന്ന് കരിങ്കാളി വന്നപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ മഹയാണ് ടിക്കറ്റ് കൊടുത്തിരുന്നത്. അരുണിമ ബസ് നിർത്തിയപ്പോൾ കയറിയിരുന്നു. മിക്കപ്പോഴും മുന്നിലെ സൈഡ് സീറ്റ് അവൾക്കായി ഒഴിഞ്ഞു കിടക്കാറുണ്ട്. മഹി അടുത്തേക്ക് വരും വരെ അരുണിമ കാത്തിരുന്നു. ആ ചേച്ചി, ദീപൂട്ടൻ ഐസിയൊന്ന് മാറ്റി. പിന്നെ വീട്ടിൽ പോലീസ് വന്ന് തൂക്കിയെടുത്ത് പോകാഞ്ഞത് ദീപൂട്ടൻ ആളെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗിരിയണ്ണനെ എപ്പോഴേ പോലീസ് പൊക്കിയെന്ന് ചോദിച്ചാൽ മതി. എന്തിനാ അങ്ങനെ പറഞ്ഞേ? പിടിച്ചോണ്ടോ എന്നുള്ളത് കിട്ടട്ടെ എന്ന് കരുതിക്കൂടായിരുന്നോ? എത്ര പറഞ്ഞാലും നന്നാവൂല, നാശം. അരുണിമ പല്ലു ഞെരിച്ചു. അല്ല, ഏതാ ഹോസ്പിറ്റൽ? കോർപ്പറേറ്റ് ആശുപത്രി. തീരുമാനിച്ചുറപ്പിച്ച പോലെ അരുണിമ മൂളി. ഇന്നലെ ഗിരിയണ്ണ വീട്ടിലുണ്ടായില്ലേ? ഓ, വന്നു. ഒരുപാട് വൈകി. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തല്ലോ. ഇനി നിർത്താൻ പറയും ഭണ്ഡാരം പിടിക്കാൻ. ഇനി ദീപുവട്ടം വരുന്നവരെ എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല. അഥവാ ഇറങ്ങിയാൽ പിന്നെ വേറെ ആൾ കയറും. പിന്നെ ദീപുവട്ടം വരുമ്പോൾ അയാൾ മാറിയില്ലേ പണി കിട്ടും. അപ്പോൾ ദീപു ഈ ബസ്സിൽ നിന്ന് മാറുമോ? ചിലപ്പോൾ. മഹി അതും പറഞ്ഞു ബെല്ലടിച്ചു ആളിറക്കി വീണ്ടും കയറി ഡോറിൽ നിന്ന് പറഞ്ഞു. ദീപുവട്ടം കണ്ടതാ ബൈക്ക് ഗിരിയേട്ടൻ ഓങ്ങിക്കൊണ്ട് പോകുന്നത്. പിന്നെ ചേച്ചിയെ അമ്മയെ ഓർത്തിട്ടാ കേസ് കൊടുക്കാതെ ആളെ മനസ്സിലായില്ല പറഞ്ഞത്. അങ്ങനെ ഓർക്കണ്ട മഹി, ചേട്ടനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയില്ല. പിന്നെ എന്തിനാ? പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട ആ രാത്രി സ്വസ്ഥമായിട്ട് കിടക്കാം. എത്ര വൃത്തിയേട്ടവനായാലും ഒരാൾ കൂട്ടിനുള്ളത് നല്ലതല്ലേ വീട്ടിൽ എന്നാണ് ദീപുവട്ടം പറഞ്ഞത്. ഗിരിയണ്ണനെ പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ അരുണമിച്ച് ഓടണ്ടേ? അത് കേട്ടപ്പോഴും അരുണമിക്ക് ദീപുവിനോടുള്ള സ്നേഹം ഇരട്ടിച്ചു. ദീപുവിനെ പോലെ ചിന്തിക്കുന്നവർ വളരെ വിരളം. സ്റ്റോപ്പിലെത്തും മുന്നേ അരുണമിക്ക് പരവേശം കൂടിപ്പോയി. എത്രയും പെട്ടെന്ന് വൃന്ദാവനത്തിൽ പോയി ബാഗും വെച്ച് ഹോസ്പിറ്റലിൽ ചെല്ലണം. വൈകിക്കൂടാ എന്നവളുടെ മനസ്സ് മന്ത്രിച്ചു. ചേച്ചി നിക്ക് നിക്ക്, വണ്ടി നിർത്തട്ടെ. ചേച്ചി ഏത് സ്വപ്നലോകത്താണ്? മഹി വന്നുറക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ അരുണമിക്കാകെ ചമ്മലായി. ബസ് പതിയെ നിന്നു. സൂക്ഷിച്ച്. അരുണിമ ഇറങ്ങുമ്പോൾ മഹി പറഞ്ഞു. വൃന്ദാവനത്തിലേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രേച്ചി ചോദിച്ചു. എന്താ അരുണിമയെ, തിരക്കിലാണല്ലോ വരവ്? അതിന് നീ വൈകിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടൊന്നല്ല ചേച്ചി. പിന്നെ മഹി പറഞ്ഞ കാര്യം അവൾ അവരോട് പറഞ്ഞു. സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കുന്നവർ മനസ്സിൽ നന്മയുള്ളവരാണ് അരുണിമേ. നിന്റെ ഏട്ടൻ്റെ കളി ഇത്തിരി കൂടിപ്പോയില്ലേ? എന്നിട്ടും അവൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ മൊഴി കൊടുക്കാത്തത്? ചേച്ചി മുകുന്ദനെ ഒന്ന് വിളിച്ച് പറയും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാ. ആ ചെറുക്കനെ കാണാൻ വേണ്ടിയാണോ? അതെ. മുകുന്ദനോട് എന്താ പറയാ? എനിക്ക് സുഖമില്ല, അതുകൊണ്ട് പോയി പറയും ചേച്ചി. ഞാൻ വേഗം വരുമല്ലോ. അയ്യടാ, പെണ്ണിൻ്റെ ഒരു ആവേശം കണ്ടില്ലേ? എനിക്ക് ഇത്രയ്ക്ക് പിടിച്ചു പോയാ ചെറുക്കനെ. അതുകൊണ്ടല്ല ചേച്ചി. എന്തിനാ ഞാൻ വെറുതെ? അരുണിമ നിലത്ത് നോക്കി വിഷമത്തോടെ പറഞ്ഞു. എന്തേ അരുണിമേ? അല്ല, അല്ലെങ്കിൽ ഈ 1.25 പെണ്ണിനെ ആർക്കും കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. സഹാനുഭൂതി കാണിക്കും, പക്ഷേ കൂടെ കൂട്ടാൻ കൊള്ളില്ലെന്നേ. അങ്ങനെ പറയല പെണ്ണെ. നിന്നെ സ്നേഹിക്കുന്ന, ഇങ്ങനെയുള്ള നിന്നെ മതിയെന്ന് പറഞ്ഞ ഒരാൾ വന്നാലോ? ചിലപ്പോൾ അത് ഈ കണ്ടക്ടർ പയ്യനും ആയിക്കൂടുന്നില്ല. വെറുതെ കളിയാക്കില്ല ചേച്ചി. കളിയല്ല പെണ്ണെ, കാര്യമാണ്. അവൻ വെറുതെ അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ മാത്രം ഒഴിഞ്ഞു മാറിയതാവാൻ വഴിയില്ല. ഇനിയിപ്പോൾ വല്ല പ്രേമമാണോ ശരിക്കും? ആവോ? അരുണിമയുടെ കവിളിച്ചു വന്നു. ആണെങ്കിൽ നീ എന്ത് തീരുമാനിക്കും? ചന്ദ്രജി ചോദിച്ചു. ആണെങ്കിൽ അരുണിമ ആലോചിച്ചു. ഇതിൽ ഇത്രയും ആലോചിക്കാനുണ്ടോ അരുണിമേ? അതൊന്നല്ല ചേച്ചി എൻ്റെ ചിന്ത. ഗിരിയേട്ടൻ ഞാൻ പോകുന്ന വിവരം അറിയാതിരുന്നാൽ മതിയായിരുന്നു. നീ പേടിക്കണ്ട, അവൻ കാണാനൊന്നും പോണില്ല. ഞാൻ മുഖത്തിനെ വിളിച്ച് വിവരം പറയട്ടെ. അല്ലെങ്കിൽ വരുമ്പോൾ കാണുന്ന ഒച്ച കൊണ്ടു. പണി കുറേ ഇപ്പുണ്ടല്ലോ ഇവിടെ. ശരി ചേച്ചി, ഞാൻ വേഗം അങ്ങ് വരാം. അരുണിമ വൃന്ദാവനം വീട്ടിൽ ഇറങ്ങി.